പ്രിയരെ, ലവ് എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഒരു മധുരമായ വികാരമായിരിക്കും. ഹൃദയത്തിൽ ഉയരുന്ന സ്നേഹഭാവം, ഒരാളുള്ള ആകർഷണം, അങ്ങേയറ്റം ചൂടുള്ള അനുഭവം. പക്ഷെ യഥാർത്ഥത്തിൽ ലവ് അതിലും അധികം ആഴമുള്ളതും ശക്തവുമാണ്. സ്നേഹമെന്നത് ഒരു താൽക്കാലിക വികാരമല്ല, അതൊരു ദൗത്യമാണ്, ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹം, അതാണ് യഥാർത്ഥ സ്നേഹം. റോമാലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സ്നേഹമെന്നത് സന്തോഷം മാത്രം നൽകുന്നില്ല, ചിലപ്പോൾ ദുഃഖവും ത്യാഗവും ആവശ്യപ്പെടും. നമ്മൾ സ്നേഹിക്കുന്നവരുടെ വളർച്ചയ്ക്കും സന്തോഷത്തിനും നല്ലതിനും വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതാണ് സ്നേഹത്തിന്റെ സത്യമായ നറുമണം. സ്നേഹത്തിൽ സ്ഥിരതയും ആത്മാർത്ഥതയും അനിവാര്യമാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും സഹായത്തിലും പ്രോത്സാഹനത്തിലും നമ്മൾ എന്നും ഉറച്ച് നിലകൊള്ളണം. അവരുടെ വിജയങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കാനും അവർക്ക് ദുഃഖം വന്നാൽ പിന്തുണ നൽകാനും അവരുടെ ജീവിതം കൂടുതൽ ഉജ്ജ്വലമാക്കാനും നമ്മൾ ശ്രമിക്കണം. സ്നേഹമെന്നത് സ്വന്തം ആവശ്യങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വേണ്ടി മാത്രം കാണുന്ന ഒരു വികാരമല്ല. മറ്റൊരാളുടെ നന്മയ്ക്കായി, അവന്റെ ഹിതത്തിനായി, അവന്റെ വളർച്ചയ്ക്കായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ തയ്യാറാകുന്ന മനസ്സാണ് യഥാർത്ഥ സ്നേഹം. അതിനാൽ ലവ് എന്നത് മധുരമായ ഒരു വികാരമായി മാത്രം കാണാതെ മറ്റൊരാൾക്ക് ഏറ്റവും നല്ലതുണ്ടാകട്ടെ എന്നുള്ള സ്ഥിരമായ ആഗ്രഹമായി നമ്മൾ അതിനെ സ്വീകരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്നേഹവും ജീവിതവും കൂടുതൽ അർത്ഥവത്വവും ശക്തവുമായിരിക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.